അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശിനി രഞ്ജിതയുടെ മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ചു. സംസ്ഥാന മന്ത്രിമാരായ വി ശിവൻകുട്ടി, GR അനിൽ എന്നിവർ ഏറ്റുവാങ്ങി. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രിമാർ അന്തിമോപചാരം അർപ്പിച്ചു. ഇന്ന് വൈകിട്ട് വീട്ടുവളപ്പിലാണ് സംസ്കാരം. CPIM ജനറൽ സെക്രട്ടറി MA ബേബി, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, BJP നേതാവ് S സുരേഷ് തുടങ്ങിയവരും വിമാനത്താവളത്തിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് മൃതദേഹം പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോയി. പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷമാകും വീട്ടിലെത്തിക്കുക. അപകടം നടന്ന് 11ാം ദിവസമാണ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത്. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച ഏക മലയാളിയാണ് UK-യിൽ നഴ്സായിരുന്ന രഞ്ജിത. 5 വർഷം മുൻപ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നഴ്സായി ലഭിച്ച സർക്കാർ ജോലിയിൽ നിന്നും അവധിയെടുത്തായിരുന്നു UK-യിലേക്ക് പോയത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അവധി പുതുക്കുന്നതിന്റെ ഭാഗമായി ലണ്ടനിൽ നിന്ന് കേവലം 5 ദിവസത്തെ അവധിക്കായി നാട്ടിലെത്തി തിരികെ പോകുമ്പോഴാണ് ദുരന്തമുണ്ടായത്. ഈ മാസം 12-നായിരുന്നു രാജ്യത്തെ നടുക്കിയ ഈ വിമാനാപകടമുണ്ടായത്. മൃതദേഹം DNA പരിശോധനയിലൂടെ ഇന്നലെയാണ് തിരിച്ചറിഞ്ഞത്. അമ്മയുടെ DNA സാമ്പിൾ ശേഖരിച്ച് നടത്തിയ പരിശോധനയിലാണ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത്. പന്തളത്ത് നഴ്സിംഗ് ബിരുദം നേടിയ ശേഷം രഞ്ജിത ഗുജറാത്തിലെ ആശുപത്രിയിലാണ് നഴ്സിംഗ് ജോലി ആരംഭിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ഒരു വീടെന്ന സ്വപ്നമായിരുന്നു രഞ്ജിതയുടേത്. വീട് പണി കഴിഞ്ഞ് അമ്മയെയും മക്കളെയും പെട്ടെന്ന് വീട്ടിലേക്ക് മാറ്റണമെന്നായിരുന്നു രഞ്ജിതയുടെ ആഗ്രഹം. പഴയ പൊട്ടിപ്പൊളിഞ്ഞ വീട് മാറ്റി പുതിയ വീട് എന്ന സ്വപ്നമായിരുന്നു രഞ്ജിതയെ സ്വന്തം നാട് വിട്ട് ബ്രിട്ടനിലേക്ക് പോയത്. ലണ്ടനിലെ നഴ്സായി ജോലി ചെയ്തത്. വെറും 5 ദിവസത്തെ അവധിക്കായാണ് നാട്ടിലെത്തിയത്. ചെങ്ങന്നൂരിൽ നിന്ന് ട്രെയിൻ മാർഗം ചെന്നൈയിലെത്തിയ രഞ്ജിത തുടർന്ന് കണക്റ്റിംഗ് ഫ്ലൈറ്റിൽ അഹമ്മദാബാദിലെത്തി. അവിടെ നിന്ന് ലണ്ടനിലേക്ക് എയർ ഇന്ത്യ വിമാനത്തിൽ പോകുമ്പോഴാണ് രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തമുണ്ടായതും രഞ്ജിത കൊല്ലപ്പെടുന്നതും. വീടിൻ്റെ പണി പൂർത്തിയാകുന്നതോടെ പ്രവാസ ജീവിതം മതിയാക്കി സർക്കാർ ജോലിയിൽ തിരികെ കയറാനായിരുന്നു രഞ്ജിതയുടെ തീരുമാനം. ആശിച്ചു പണി പൂർത്തിയാക്കിയ വീടിൻ്റെ ഗൃഹപ്രവേശനം പോലും കാണാനാകാതെയാണ് രഞ്ജിത മടങ്ങുന്നത്. 2 മക്കളും പ്രായമായ അമ്മയും മാത്രമാണ് രഞ്ജിതക്കുള്ളത്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.